വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയും ട്രാഫിക്കും കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ നല്ല മൈലേജ് ഉള്ള 6 പേർക്ക് പോകാൻ പറ്റിയ ഒരു ഹാച്ച് ബാഗ് വാഹനം കാർലിംഗ് തന്നാലോ? ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു KUV 100 ഫുൾ ഓപ്ഷൻ നല്ല ഹെവി മൈലേജ് ഉള്ള വാഹനമാണ്. വാഹനം പരിചയപ്പെടുത്തുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം. ഈ ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിലെ ശാന്തസുന്ദരമായ ഒരിടം, പാലത്തിന്റെ അടിയിൽ കൂടെ ആറാണ് പോകുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായവർ, ഈ ലൊക്കേഷനിലൊക്കെ ഉള്ളവർ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് പരിചയപ്പെടാം. വാഹനം ഇതാ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 60,000 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന ഡീസൽ എഞ്ചിൻ വാഹനം KUV 100 ആണ്. KUV 100ന്റെ K6+ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന വാഹനം ഏകദേശം 20-22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു 6 സീറ്റർ വാഹനമാണ്. 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം. അതിൽ കൂടുതൽ ആളുകൾക്ക് വേണമെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു വാഹനമാണ്. 6 സീറ്റ് കമ്പനി തന്നെ ഉള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വാഹനത്തിന്റെ ഫ്രണ്ട് വരുന്നതുകൊണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള വാഹനമാണ്. ഹാച്ച് ബാക്ക് ആണെങ്കിൽ കൂടി ഇന്റീരിയറിലായിക്കോട്ടെ എക്സ്റ്റീരിയറിലായിക്കോട്ടെ നല്ലൊരു ഭീമാകാരത്വം ഫീൽ ചെയ്യുന്നൊരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ക്രോം എലമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ടാണ് ഇതെല്ലാം ക്രോം എലമെന്റ്സ് വന്നിരിക്കുന്നത്. ഇതിൽ KUV 100 NXT എന്ന ഒരു ബാഡ്ജ് ഈ വാഹനത്തിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഹെഡ്ലൈൻ ഡിസൈൻ ഇവിടെ നിന്ന് തന്നെ വന്ന് ബോണറ്റിന്റെ എൻഡ് വരെ വരുന്ന രീതിയിലാണ് ഇതിന്റെ ഹെഡ്ലൈൻ ഡിസൈൻ വരുന്നത്. ഇതൊരു വെറൈറ്റി ലുക്കുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഹൈറ്റ് നോക്കിക്കോളൂ, നമ്മുടെ സാധാരണ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എൻ്റെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇന്റീരിയറിൽ നല്ല സ്പേസ് ഉണ്ടെന്നുള്ള സാരം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് കാരണം ഇതിന്റെ അലോയ് വീൽസ് നോക്കൂ, നല്ല പുത്തൻ അലോയ് വീൽസ് ആണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ K6+ എന്ന് പറഞ്ഞ മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ K8 ആണ്. K8ലാണ് കമ്പനി അലോയ്സ് വരുന്നത്. അത് അഡീഷണലി ചെയ്തതാണ്. അത് നല്ല 5 സ്പോക്കിൽ വരുന്ന നല്ല കിഡിലെ അലോയ്സും അതുപോലെ തന്നെ പുത്തൻ ടയറുമാണ് ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ബോഡിയിൽ നോക്കൂ, വലിയ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഈ കസ്റ്റമർ ഉപയോഗിച്ചതിൻ്റെ മൈന്യൂട്ട് സ്ക്രാച്ചസേ ഉള്ളൂ. ബാക്ക് ക്യാമറ, സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. KL01 രജിസ്ട്രേഷനിൽ വരുന്ന, ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. പിന്നെ സൈഡ് മിറർ ഇൻഡിക്കേറ്റർ, അതുപോലെ ടെയിൽ ലാമ്പ്, LED കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. പിന്നെ ഇന്റീരിയർ നോക്കാം. ഇന്റീരിയറാണ് ഈ വാഹനത്തിന്റെ കൂടുതൽ ഭംഗി നൽകുന്ന സാധനം. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ മെയിൻ കാര്യം ഇതിന്റെ ഗിയറാണ്. ഇതിന്റെ ഗിയർ വന്നിരിക്കുന്ന ഡാഷ്ബോർഡിൽ തന്നെയാണ്. ഡാഷ്ബോർഡിൽ വന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ വാഹനം റൺ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു മോഡൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നൊക്കെ വരുന്ന ഒരു ഇന്റർനാഷണൽ വെഹിക്കിളിൻ്റെ ഒക്കെ ഒരു ഡിസൈനിലാണ് ഇതിന്റെ ഒരു ഡാഷ്ബോർഡ് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഹാൻഡ് റെസ്റ്റ് ആണ്. പക്ഷേ ഇത് ഹാൻഡ് റെസ്റ്റ് ആയിട്ടല്ല, ഇത് നമുക്ക് സീറ്റായിട്ടും യൂസ് ചെയ്യാം. ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ 6 സീറ്റർ വാഹനം. ഇവിടെ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് 2 പേർക്ക് ഇരിക്കാം, ഒരു ഡ്രൈവർ. അപ്പം 3 പേർക്ക് ഫ്രണ്ടിലും 3 പേർക്ക് ബാക്കിലും ഈസി ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം. ഇപ്പോൾ 2 പേരെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് 1-2 അടിപൊളി ഗുണങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗിയർ വരുന്ന കണ്ടിട്ടില്ല, ഈ ഗിയറിന്റെ പൊസിഷൻ വന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഗിയർ ഭയങ്കര ഈസി ആയിട്ട് കണ്ട. ഇങ്ങനെയാണ് ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്തത്. എനിക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു വാഹനം എടുക്കാനായിട്ട് കസ്റ്റമർ വീട്ടിലോട്ട് വന്ന വഴിക്ക് ഈ വാഹനത്തിൽ തന്നെ വന്നത്. കാര്യം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അത്യാവശ്യം 20-22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള വാഹനമാണ് ഇന്ന് ഈ വാഹനം എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിന് അഡീഷണലി ലെതർ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്തുള്ള ബേസിക് ഫീച്ചേഴ്സ് തന്നെയാണ്. ഇന്റീരിയർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, വേറെ കവറുകളോ കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ട് പോലില്ല. അത്രയും നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മളൊരു കസ്റ്റമറുടെ ഇരുന്ന വാഹനമാണ്. അപ്പോൾ പുള്ളി പുറത്ത് പോകുന്നുണ്ട് ഈ വാഹനം സെയിൽ ചെയ്യുന്നത്. നല്ല മൈലേജ് കിട്ടുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് ലോങ്ങിൽ 25 വരെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. എന്നാലും നമ്മളൊരു ആവറേജ് 20-22 പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. അപ്പോൾ നല്ല മൈലേജ് ഉള്ള, അത്യാവശ്യം ഫിനാൻസ്, മാക്സിമം ഫിനാൻസും അറേഞ്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നല്ല മൈലേജ് ഉള്ളൊരു വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. ഇനി പറയാനുള്ളത് ഈ വാഹനത്തിന്റെ വിലയെക്കുറിച്ചാണ്. 2018 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡീസൽ എഞ്ചിനുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും 4 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ഈ വാഹനം കൊടുക്കുന്നത്. നല്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വില കൂടുതലാണെന്ന് കമന്റ് ഒന്നും ചെയ്ത് കളയിൽ അത്യാവശ്യം ഏകദേശം 10-12 ലക്ഷം രൂപ ഓൺ റോഡ് വില ഉണ്ടായിരുന്ന വാഹനമാണ് 4 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ. ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ മറ്റൊരു വാഹനം എടുക്കാനായിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2024 മോഡലാണ്. 24 മോഡൽ ഓൾട്ടോ K10 ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് പുത്തൻ പോലെ ഇരിപ്പുണ്ട്. 20,000 കിലോമീറ്റർ ഓടിയ ഒരു കസ്റ്റമർ ചെയ്യുന്ന വേണ്ടി ഞങ്ങൾ പാർക്കാൻ സൈഡ് എടുത്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.